പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 1000-ഓളം പേർക്കാണ് ഈ വന്യജീവി ആക്രമണങ്ങളിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരന് ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് പ്രതി ആരാണ്? ഇതിൽ പ്രതി ഈ കാടിറങ്ങി വരുന്ന പുലിയും ആനയും മാത്രമല്ല, ഈ അങ്ങനെ തൊടുന്ന എല്ലാ മേഖലകളിലും വലിയ അഴിമതി മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സർക്കാർ ഈ കേരളത്തിൽ സർക്കാർ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പടുകുഴിയിലേക്കാണ്. നടത്തിയിട്ടുള്ള ശിവതാണ്ഡവത്തിൻ്റെ കാഴ്ചകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഒലിച്ചു പോകുന്ന ചഞ്ചല ചിത്തരായി പോകുന്നു എങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ പെരിയ ഇരട്ടക്കൊലപാതകം ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യം. ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇപ്പോൾ പിശാചുക്കളുടെ നാടായി മനസ്ഥിതിയിലെങ്കിലും കുറച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പിണറായി വിജയന്റെ ഭരണപതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ CPM നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിൽ പിണറായി വിജയൻ അതിരൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു തീരുമാനമില്ല. ഒരുപാട് പിരിഞ്ഞു പോയി പാർട്ടിയിൽ നിന്നും. അതുപോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങളിലും ഒരുപോലെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ CMR അതായത് 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഈ സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളെ രക്ഷിക്കാനോ സ്വയം രക്ഷപ്പെടാനാണോ ഈ ഭരിച്ചുകൊണ്ട് പോകുന്നത്? CMRലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് തന്നെ റേസ് ചെയ്യുകയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കേസാണല്ലോ. കൃത്യമായിട്ട് നമ്മുടെ MLA-മാരടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ ഈ വിഷയത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ വലിയ യുദ്ധം നിരന്തരം നിയമസഭയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. CMRൽ മാത്രമല്ല, ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി, ക്യാമറ നിരത്തുകളിൽ ക്യാമറ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി, അങ്ങനെ തൊടുന്ന എല്ലാ മേഖലകളിലും വലിയ അഴിമതി മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് സഹകരണ ബാങ്കുകൾ സാധാരണക്കാർക്ക് അത്താണിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ സഹകരണ ബാങ്കുകളെങ്കിൽ ഇന്ന് കേരളത്തിലെ സഹകരണ രംഗത്തെ ആകെ വേണമെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളിലേക്കാണ് CPMൻ്റെ സഖാക്കൾ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതി കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം PP ദിവ്യയെ പോലെ ഒരു ജനപ്രതിനിധിയുടെ വാക്ഷരങ്ങൾ എന്താണ്, വാക്കുകൾ കൊണ്ട് കൊല്ലുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ മേലും വേറെ കോൺട്രവേഴ്സി നടക്കുന്നു. അത് കൊലപാതകമാണോ ADM ശ്രീ നവീൻ ബാബുവിൻ്റേത്, അതോ അദ്ദേഹം ആത്മഹത്യ കൊലപാതകമാണെന്നുള്ള രീതിയിൽ സംശയങ്ങൾ വന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്ക് സ്വന്തം ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അടിയന്തരമായി പൈസ വേണമെന്നാവശ്യപ്പെട്ടിട്ട് അയാളെ തിരിച്ചങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെയൊക്കെ അതിൻ്റെ ക്ലിപ്പിങ്സ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സർക്കാർ ഈ കേരളത്തിൽ സർക്കാർ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പടുകുഴിയിലേക്കാണ്. ഞാൻ കരുതുന്നു ഒന്നാം പിണറായി സർക്കാരിനൊരു തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത് കോവിഡ് കാലത്തെ ലോകം മുഴുവൻ സ്തംഭിച്ചു നിന്ന സമയത്ത് കോവിഡ് ഇഫക്റ്റീവായി നിയന്ത്രിച്ചു എന്നുള്ള ധാരണയിലാണ്. പക്ഷേ ആ മിഥ്യാധാരണയിൽ തുടർഭരണം കൊടുത്ത കേരളത്തിലെ ജനത പിന്നീട് അറിഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കോവിഡ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുള്ള 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. അത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ വെച്ചിട്ട്, അപ്പോൾ അൺറിപ്പോർട്ടഡ് ആയിട്ട് എത്രയോ കേസുകൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നിരിക്കാമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ ഉണ്ടായിട്ടുള്ള ആകെ കോവിഡ് രോഗികളുടെ കണക്ക് പോലും ശരിയാവണം എന്നില്ല. എല്ലാ കോവിഡ് ബാധിച്ചവരും ടെസ്റ്റ് ചെയ്ത് പോയി അത് ഗവൺമെൻറ്റിൻ്റെ ഡേറ്റയിലേക്ക് അത് എൻ്റർ ആയിട്ടുണ്ടെന്ന് നമുക്ക്
പറയാൻ സാധിക്കില്ല അല്ലേ. ഇപ്പോൾ കോവിഡ് മരണങ്ങളും കോവിഡ് മരണ നിരക്ക് പോലും പുറത്തുവിടുന്നത് കോടതി കൃത്യമായി ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് കോവിഡ് മരണ നിരക്ക് കൃത്യമായി പുറത്തുവിടണം, അവർക്ക് വേണ്ട ആശ്വാസ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടിംഗ് വേണം. അങ്ങനെ കമ്പൾഷൻ വന്നപ്പോഴാണ് ഈ സർക്കാർ ആ കണക്കുകൾ പോലും പുറത്തുവിട്ട് തുടങ്ങിയത്. അപ്പോൾ തുടർഭരണം കിട്ടുന്ന സമയത്ത് അതിനുശേഷം ജനങ്ങൾ അറിയുന്നത് ഇന്ത്യയിലെ മരണനിരക്കിൽ രണ്ടാമത്തെ സംസ്ഥാനം കേരളം എന്നുള്ളത് മാത്രമല്ല, കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിയതിൽ, ഗ്ലൗസ് വാങ്ങിയതിൽ, വെന്റിലേറ്റർ വാങ്ങിയതിൽ, AC വാങ്ങിയതിൽ, റെഫ്രിജറേറ്റർ വാങ്ങിയതിൽ, മാസ്ക് വാങ്ങിയതിൽ, സകലമാന കാര്യങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ സർക്കാർ നടത്തിയത് എന്നുള്ളതാണ് ജനങ്ങൾ അറിയുന്നത് അല്ലേ. അപ്പോൾ ഈ സർക്കാർ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ നന്നാക്കാനല്ല എന്നുള്ളത് കുറഞ്ഞ പക്ഷം സപ്ലൈകോയിൽ കൃത്യമായി സബ്സിഡി സാധനങ്ങൾ പോലും കിട്ടാത്ത ജനങ്ങൾക്ക് ബോധ്യമായി കാണും. 2, ഇലക്ട്രിസിറ്റി ചാർജ് അടുത്ത 3 മാസം കഴിഞ്ഞ് വർദ്ധിപ്പിക്കേണ്ട തുകയെക്കുറിച്ച് പോലും 2 മാസം മുമ്പേ നമുക്ക് അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു അല്ലേ, കൂട്ടാൻ പോവുകയാണ് എന്നുള്ളത്. അതുപോലെ വെള്ളക്കരം ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരന് ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ എവിടേക്കാണ് എന്നുള്ളതിന് ആ ശ്വാസം മുട്ടുന്ന ജനങ്ങൾ തന്നെ ഉത്തരം പറയും എന്നുള്ളതിൽ തർക്കമില്ല. ഈ സർക്കാരിന് എത്ര തിരിച്ചടി കിട്ടിയാലും അത് സത്യം പറയാൻ മതിയാവത്തില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന അൻവറിൻ്റെ കാര്യം ഇതേപോലെ ഒന്നും ചെയ്യാതെ, അതായത് എക്സൈസ് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ് അടിച്ച് തകർത്തു, കസര നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് എടുത്തേക്കുന്നത്. പക്ഷേ നിയമസഭ അടിച്ച് തകർത്തിട്ട് ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ കേസ് പോലും എടുക്കാതെ ഈ അൻവറിനെതിരായി കേസ് എടുക്കുകയും അൻവറിനെ കൊണ്ട് ജയിലിൽ അടയ്ക്കുകയും കോടതിക്ക് മനസ്സിലായി ജാമ്യം കിട്ടി അൻവർ പുറത്തിറങ്ങിയതോട് സർക്കാരിന് വലിയൊരു തിരിച്ചടിയുമായി. അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ആ ദൃശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ലൈവായിട്ട് TV യിൽ കണ്ട ദൃശ്യങ്ങളാണ് അല്ലേ. ഇനി അത് നടന്നില്ല എന്ന് സർക്കാർ പറഞ്ഞാൽ പോലും നമ്മളൊക്കെ കണ്ടതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം നടത്തിയിട്ടുള്ള ശിവതാണ്ഡവത്തിന്റെ കാഴ്ചകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ചേരിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു ജനപ്രതിനിധിയുടെയും ആത്യന്തിക കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. ആ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരിൽ ഒരാളായിട്ട് നിൽക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് ഒരു ജനപ്രതിനിധി. അത് പഞ്ചായത്ത് മെമ്പർ ആയാലും കൗൺസിലർ ആയാലും പ്രസിഡന്റ് ആയാലും MLA ആയാലും MP ആയാലും അതെ. ഇപ്പോൾ ശ്രീ PV അൻവർ അവിടെ അന്ന് പ്രതിഷേധ സമരവുമായിട്ട് വന്നു നിന്നത് ആർക്ക് വേണ്ടിയാണ്? അത് ഒരു വലിയ രീതിയിൽ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളൊക്കെ നേരിടുന്നത് വലിയ രീതിയിലുള്ള അവരുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ എത്രയോ വാർത്തകളാണ് TV യിലും പത്രത്തിലും ഒക്കെ കാണുകയും വായിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഏക്കർ കണക്കിനുള്ള കൃഷിഭൂമി ഒരു മനുഷ്യായുസിലെ അല്ലെങ്കിൽ തലമുറയായിട്ട് കൈമാറി വന്ന സ്വത്തുക്കളൊക്കെ, ഏക്കർ കണക്കിന് ഭൂമി, അവരുടെ വെള്ളവും ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ള ഭൂമി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പലരും ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ കയ്യിൽ പിടിക്കാവുന്ന സാധനങ്ങളും കെട്ടിപ്പറക്കി ആ പ്രദേശം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരുടെ എത്ര വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ, അതായത് പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 1000-ഓളം പേർക്കാണ് ഈ വന്യജീവി ആക്രമണങ്ങളിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. രാവിലെ നടക്കാനിറങ്ങി പോകുന്നവരെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ പശുവിനെ കെട്ടാൻ പോകുന്നവരെ അല്ലേ, പുലിയും ഒക്കെ ആക്രമിച്ച് എത്രയോ പേരുടെ അത് ആ ഒരാളായിരിക്കാം ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്. എത്രയോ പേരുടെ ജീവിതങ്ങളാണ് പോയിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 9 വർഷത്തിനിടയിൽ 1000 പേരെന്ന് പറയുമ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു വർഷം ഏതാണ്ട് 100-ലധികം പേർക്ക് ജീവൻ പോയിരിക്കുകയാണ്. 9 വർഷത്തിനിടയിൽ 1000 പേര് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 100-ലധികം പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.
അത്രയും കുടുംബങ്ങൾ അനാഥമാവുകയാണ്, പട്ടിണിയിലേക്ക്, വലിയ ദുഃഖത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുക. ഇതിന് പ്രതി ആരാണ്? ഇതിൽ പ്രതി ഈ കാടിറങ്ങി വരുന്ന പുലിയും ആനയും മാത്രമല്ല. ഈ ഒരു ഭാഗത്ത് നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്. മനുഷ്യർക്കും അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ഒക്കെ അവകാശപ്പെട്ടത് തന്നെയാണ് ഈ ഭൂമി. പക്ഷേ ജീവിക്കുന്ന മനുഷ്യൻ്റെ വീടിനുള്ളിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ മതിലിനകത്തേക്ക് കടന്നു വന്ന് ആക്രമിച്ച് മനുഷ്യജീവനെ ഉന്മൂലനം ചെയ്യുന്ന വന്യമൃഗങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് നിലയ്ക്ക് നിർത്തിയേ തീരുകയുള്ളൂ. അതിന് വേണ്ട സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഞാൻ പറയാം, ഇപ്പോൾ വനാതിർത്തി ഇന്ന് ഒന്നും പറയണ്ട. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. നമ്മളിരിക്കുന്ന ഈ തിരുവനന്തപുരത്തെ നഗരപ്രദേശത്ത് നിന്ന് 15 കിലോമീറ്ററോ 16 കിലോമീറ്ററോ ഉള്ളിൽ, അതൊന്നും വലിയ കാട്ടുപ്രദേശങ്ങളൊന്നുമല്ല, ഈ 15-16 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ പോലും കൃഷി ഇറങ്ങിക്കഴിഞ്ഞാൽ, കപ്പ കൃഷി നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും പറ്റാതെ കാട്ടുപന്നി വന്ന് കൂട്ടമായി കൃഷി പൂർണ്ണമായി നശിപ്പിച്ച് വെറും തരിശായിട്ട് ഭൂമി ഉപേക്ഷിച്ചിരിക്കുന്ന എത്ര കർഷകർ ഇവിടെയുണ്ട്. ആ കർഷകരെ കാണാനായിട്ട് നിങ്ങൾ മലയോരത്തിലേക്കോ അല്ലെങ്കിൽ വനാതിർത്തിയിലേക്കോ പോകണം. ഞാൻ ഈ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് 15-16 കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രം പോയാൽ ഇത് നിങ്ങൾക്ക് അവരുടെ ദുരിതങ്ങളും വിഷമങ്ങളും അറിയാൻ സാധിക്കും. ഇപ്പം മനുഷ്യർക്ക് ജീവിക്കണ്ടേ ഈ മണ്ണിൽ? അപ്പോൾ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓഫീസേഴ്സിന് അമിതമായ അധികാരം നൽകുന്ന തരത്തിലുള്ള, അതായത് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക, പ്രതിഷേധിക്കാൻ ചെല്ലാൻ സാധ്യതയുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന പ്രൊവിഷൻസാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിനെതിരെ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ജനപ്രതിനിധിയുടെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് അത് ജനങ്ങളോട് തന്നെയാണ്. അതിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു നമ്മൾ വിയോജിപ്പ് രാഷ്ട്രീയപരമായിട്ട് നിൽക്കുമ്പോൾ തന്നെ പറയട്ടെ, ഒരു ജനപ്രതിനിധിയെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലായിരുന്നില്ല അദ്ദേഹത്തെ വലിയൊരു പോലീസ് സന്നാഹം രാത്രി വന്ന് വളഞ്ഞ് ജീപ്പ് കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടത്. കോടതി സ്വാഭാവികമായിട്ടും അതിനെന്താണോ നിലപാടെടുക്കേണ്ട ആ നിലപാട് കോടതി എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു തിരിച്ചടിയായിരുന്നു സർക്കാരിന് പെരിയ ഇരട്ടക്കൊലപാതകം. MLA ആയ കൂടി ശിക്ഷ ലഭിക്കുകയും അത് പിന്നെ റദ്ദാക്കുകയും ചെയ്തു. പക്ഷേ അത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ട് പോലും പല ചാനൽ ചർച്ചകളിലും അവർക്ക് വേണ്ടിയും ബാക്കിയുള്ള കൊലയാളികൾക്ക് വേണ്ടിയും ന്യായീകരിച്ച് CPM പ്രവർത്തകർ വരുന്നുണ്ട്. അതവരുടെ സംസ്കാരമാണ്. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ സംസ്കാരം അതാണ് എങ്കിൽ അതിനെ അങ്ങനെയാണ് അവരുടെ, ദാറ്റ് ഈസ് ദെയർ കൾച്ചർ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാതിരിക്കാൻ നിർവാഹമില്ല. പെരിയ ഇരട്ടക്കൊലപാതകം ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ വ്യക്തിപരമായിട്ട് 2 പേരുടെ വീടുകളും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീട്ടിൽ പോവുകയും അവരുടെ സ്മൃതി കുടീരത്തിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള. കാരണം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, ഞാൻ കൂടി സെക്രട്ടറി ആയിരിക്കുന്ന കഴിഞ്ഞ കമ്മിറ്റിയിലാണ്, ആ കാലഘട്ടത്തിലാണ് കൃപേഷും ശരത്ലാലും അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത് CPM-നാൽ. അപ്പോൾ ഈ കൊലക്കത്തിയുടെ രാഷ്ട്രീയം അത് ഏത് രാഷ്ട്രീയ സംഘടന മുന്നോട്ട് വെച്ചാലും അത് തെറ്റാണ്. 51 വെട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ CPM ഇപ്പോഴും അംഗീകരിച്ച് തന്നിട്ടില്ല അവരാണത് ചെയ്തതെന്ന്. CPM ഇതുവരെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവരാണ് ചെയ്തതെന്നോ അവരുടെ അറിവോടെയാണെന്നോ അവരുടെ നേതൃത്വത്തിന് പങ്കുണ്ടെന്നോ എവിടെയെങ്കിലും ഏറ്റുപറയുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ കൊല ചെയ്ത് കൃത്യം ചെയ്ത് ജയിലിൽ പോകുന്നവരെ പൂമാലയിട്ട് അവരെ ആദരിക്കുകയും ജയിലിൽ അവരെ വിസിറ്റ് ചെയ്യുകയും തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധുമിത്രാദികളുടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തി കൊടുക്കുകയും, എന്തിന് അവരുമായി ബന്ധപ്പെട്ട കേസ് CBI ഏറ്റെടുക്കാൻ വരികയാണെങ്കിൽ ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ആ കേസ് ഡൽഹിയിൽ നിന്ന് അടക്കം നല്ല വക്കീലന്മാരെ വെച്ച് വാദിപ്പിക്കാനും ഒക്കെ CPM കാണിക്കുന്ന ഒരു ത്വര തീർച്ചയായും
എന്താണ് CPM എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ്. കൊലക്കത്തിയുടെ രാഷ്ട്രീയം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും അപലപിക്കപ്പെടേണ്ടതാണ്. അത് തലമുതിർന്ന നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട നേതാക്കൾ തന്നെ അധമന്മാരായി നിൽക്കുകയും അധമ പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ ആർക്കാണ് സാധിക്കുക? അതിന് സാധിക്കുന്നത് ഒരുപക്ഷെ കോടതികൾക്ക് മാത്രമാണ്. അതായിരിക്കാം ഒരുപക്ഷെ കോടതി കൃത്യമായി പെരിയ കൊലപാതക കേസിൽ കണ്ടെത്തിയതും കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവർ പ്രതികളാണ് എന്നുള്ളത് വിധിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പോയി MLAയുടെ അടക്കമുള്ള ശിക്ഷയ്ക്ക് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ നടക്കട്ടെ, നീതി നടപ്പിലാക്കപ്പെടുക തന്നെ വേണം. കൊലക്കത്തിയുടെ രാഷ്ട്രീയം അത് CPM എടുത്താലും BJP എടുത്താലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനിയും ഒരു മാറ്റം വരട്ടെ. അടുത്ത പ്രാവശ്യമെങ്കിലും ജനങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ മാറ്റി ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജനങ്ങൾ വലിയ വാഗ്ദാന പെരുമഴയിൽ പലപ്പോഴും ഒലിച്ചു പോകുന്ന ചഞ്ചല ചിത്തരായി പോകുന്നു എങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കൃത്യമായ വിലയിരുത്തലുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. നല്ല ഒരു ജനത എപ്പോഴും അവരർഹിക്കുന്ന ഭരണാധികാരികളാൽ മാത്രമേ ഭരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? നല്ല ഭരണാധികാരികളെ തീർച്ചയായും കേരളം പോലെ ഒരു നാട് അർഹിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇപ്പോൾ പിശാചുക്കളുടെ നാടായി മനസ്ഥിതിയിലെങ്കിലും കുറച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 64 പേര് ചേർന്നൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോഴും കേരളത്തിലെ സമൂഹം എത്രത്തോളം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. വാളയാറ് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു, എത്ര പേര് പ്രതികരിച്ചു എന്നറിയില്ല. അതിനുശേഷവും തുടർഭരണം പിണറായി സർക്കാരിന് ഉണ്ടായ മണ്ണാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഒരു തിരിച്ചുവരവിന് പ്രത്യാശയോടുകൂടി നമുക്ക് കാത്തിരിക്കാം, പ്രവർത്തിക്കാം.